യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ വൈദികരെ, സ്നേഹ ബഹുമാനമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹ ബഹുമാനമുള്ള ലീജൻ ഓഫ് മേരി അംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥവും അമ്മയുടെ പ്രത്യേകമായ അനുഗ്രഹ ആശംസകളും സന്തോഷപൂർവ്വം ഞാൻ നേരുകയാണ്. ഭക്തിനിർഭരമായ ജപമാല റാലിയുടെ സമാപനത്തിലാണ് നമ്മൾ ഈ ദിവ്യബലി അർപ്പിച്ച് ദൈവത്തെ ഇപ്പോൾ ആരാധിക്കുന്നത്. നമ്മുടെ വിഴിഞ്ഞം സെന്റ് മേരീസ് ഹൈസ്കൂളിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് റാലിയുടെ ഭാഗമാകുവാൻ എനിക്ക് ഇടയായത്. പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം അലങ്കരിച്ച ആ പ്ലോട്ടിൻ്റെ പിറകിൽ വളരെ ഭക്തിനിർഭരമായി ആ റാലിയെ അനുഗമിക്കുമ്പോൾ മാതാവിനെ കുറിച്ചുള്ള ഗാനങ്ങളാണ് ആലപിക്കപ്പെട്ടത്. ആ സന്ദർഭത്തിൽ വളരെ വേഗത കുറഞ്ഞാണ് നമ്മുടെ റാലിയും പിന്നാലെ വന്നവരും മുന്നിലോട്ട് പോയവരും സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. വിഴിഞ്ഞം മേരി സ്കൂളിൻ്റെ മതിലിൽ വളരെ മനോഹരമായി ആ സ്കൂളിൻ്റെ കോമ്പൗണ്ട് വാൾ പെയിന്റ് ചെയ്ത് ഈ അടുത്ത ദിവസങ്ങളായിരിക്കണം ഒരു പ്രത്യേകമായ വിഷയത്തെക്കുറിച്ചുള്ള ചിത്രങ്ങളും മഹാന്മാരുടെ വാക്കുകളും പടങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രത്യേക വിഷയം ലഹരിക്കെതിരെ എന്നുള്ളതാണ്. സേ നോ ട്രൂ ഡ്രഗ്സ്. എനിക്ക് തോന്നുന്നു ഈ ദിവസം പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ മരിയ സൈന്യ അംഗങ്ങൾ എന്നുള്ള നിലയിൽ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇന്നത്തെ ഏറ്റവും വലിയ തിന്മകളിൽ ഒന്നായ മദ്യവും മയക്കുമരുന്നും എല്ലാ ലഹരിക്കുമെതിരെ പൊരുതുവാനുള്ള വലിയ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ആ നേരത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയൊരു ചിന്ത ഇതാണ്: രൂപത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വലിയ ഭക്തർ, ലീജൻ ഓഫ് മേരി അംഗങ്ങൾ റാലിയായി ഇവിടെ സമ്മേളിച്ച് ബലി അർപ്പിക്കുമ്പോൾ ഒരു നിയോഗമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് തോന്നിയത്, സാധിക്കുന്നിടത്തോളം പേരെ ലീജൻ ഓഫ് മേരിയിലെ അംഗങ്ങളാക്കുക. കുട്ടികളെ, യുവജനങ്ങളെ, മുതിർന്നവരെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിൽ എല്ലാ തരത്തിലുള്ള തിന്മകളെയും മറികടക്കുവാൻ, അതിനെതിരെ പോരാടുവാൻ, ഈ സമൂഹത്തെ രക്ഷിക്കുവാൻ, കുടുംബങ്ങളെ രക്ഷിക്കുവാൻ, ജീവിതങ്ങളെ രക്ഷിക്കുവാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്നേഹ ബഹുമാനമുള്ളവരെ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു വിവരണമുണ്ട്. ഒരു ഷണ്ടൻ എത്യോപ്യക്കാരൻ ജെറൂസലേമിൽ ആരാധന കഴിഞ്ഞ് അവൻ തിരികെ തൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹം ഒരു രഥത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. രഥത്തിലിരുന്ന് അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ ഒരു ഭാഗമാണ് ആ ഷണ്ടൻ രഥത്തിലിരുന്ന് യാത്രയിൽ വായിച്ചുകൊണ്ടിരുന്നത്. ബാക്കി ഭാഗം പിന്നീട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഏതാണ്ട് അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഈ ദിവ്യബലിക്കായി ഈ ആരാധനാലയത്തിൽ, ഈ വലിയ മഹാദേവാലയത്തിലേക്കുള്ള യാത്രയിൽ ഞാൻ സഞ്ചരിച്ചത് രഥത്തിലല്ല, ഒരു കാറിലാണ്. ആ ഏറ്റവും സുരക്ഷിതമായി ഡ്രൈവറും സെക്രട്ടറി അച്ഛനും മുൻ സീറ്റിലിരുന്നപ്പോൾ ഞാൻ പിൻ സീറ്റിലിരുന്ന് ഒരു പുസ്തകം നോക്കുകയായിരുന്നു. മറ്റൊന്നുമല്ല, ബൈബിള് കൂടാതെ എൻ്റെ കയ്യിലുള്ള ഒരു പുസ്തകമാണിത്. മരിയ സൈന്യം, ഔദ്യോഗിക നിയമ ഗ്രന്ഥം. എനിക്ക് രണ്ടാമതായി നിങ്ങളോട് പറയുവാനുള്ളത്, മരിയ സൈന്യ അംഗങ്ങളിൽ എത്ര പേർക്ക് സ്വന്തമായി ഈ ഔദ്യോഗിക നിയമ പുസ്തകം ഉണ്ട് എന്നതാണ്. സ്വന്തമായി ഉള്ളവരൊന്ന് കൈ ഉയർത്താമോ? കുറേ പേർക്കുണ്ട്. ബാക്കിയുള്ളവർ അടുത്ത വർഷങ്ങളിൽ പൈസയെല്ലാം കൂട്ടിവെച്ച് ഈ ഔദ്യോഗിക ഗ്രന്ഥം, ഇതൊരു സാധാരണ ഗ്രന്ഥമല്ല, ആത്മീയമായി വളരുവാൻ നമ്മളെ ഏറെ സഹായിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പുസ്തകത്തിന് പിന്നിലും ഒരു ചരിത്രമുണ്ട്, അതും കൂടി പറയാം. ഞാൻ തോപ്പ് ഇടവകയിൽ
വലിയ തുറയല്ല ഫെറോനയിലുള്ള തോപ്പ് ഇടവകയില്ല 2010 മുതൽ 14 വരെ ഇടവക വികാരിയായി സേവനം ചെയ്തിരുന്നു. ഒരുപക്ഷെ രൂപതയിൽ ഏറ്റവും സജീവമായി ലീജന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഇടവകയാണത്. പുരുഷന്മാർക്ക്, മുതിർന്ന പുരുഷന്മാർക്ക് അവിടെ പ്രസിദ്ധിയുമുണ്ട്. കറക്റ്റ്. അല്ലാതെ തന്നെ അമ്മമാർക്കും കുട്ടികൾക്കുമായിട്ടുള്ള പല പ്രസിദ്ധിയങ്ങളുണ്ട്. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, അവർ ഇടയ്ക്കിടയ്ക്ക് ഓരോ വർഷവും വരും. സെപ്റ്റംബർ സമ്മേളനത്തിന് സമയമായി വികാരിയച്ഛൻ നിർബന്ധമായും വരണം. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ലീജൻ ഓഫ് മേരിയെ കുറിച്ച് കൂടുതൽ എനിക്ക് അറിയുവാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഒരു പ്രസിദ്ധ്യത്തിന്റെ ലീഡർ എനിക്ക് കൊണ്ടുവന്ന പുസ്തകമാണ്. ഞാൻ അത്യാവശ്യം അതിലെ ചില പേജുകളെല്ലാം വായിച്ച് സെപ്റ്റംബർ സമ്മേളനം കഴിഞ്ഞിട്ട് ഈ പുസ്തകം തിരിച്ച് വിശ്വസ്തയോടുകൂടി അവർക്ക് കൊടുത്തു. അപ്പൊ അവർ പറഞ്ഞു, വേണ്ട, തരണ്ട, ഇത് അച്ഛൻ തന്നെ വച്ചിരിക്കും. ആ സഹോദരിക്കും ആ പ്രസിദ്ധിയതിനും പ്രത്യേക നന്ദി. ഞാൻ വായിച്ച പേജ് ഇതാണ്. എൻ്റെ ഒരു ക്യൂരിയോസിറ്റി, ഒരു ജിജ്ഞാസയായിരുന്നു ഈ പ്രസ്ഥാനം ആരംഭിച്ചത് എങ്ങനെയാണെന്നുള്ളത്. മനോഹരമായ ഹൃദയസ്പർശിയായ വിവരണമാണ് ഇതിൻ്റെ 1-ാമത്തെ അധ്യായത്തിലുള്ള ഉത്ഭവവും പേരും. അതിന്റെ ചുരുക്കം മരിയ ഭക്തരായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരെല്ലാം മുൻകൂട്ടി കണ്ട് ആരംഭിച്ചതല്ല ഈ സംഘടന, ഈ മരിയ സൈന്യം. മാതാവിന്റെ പ്രത്യേകമായ ഒരു പരിപാലനയിൽ അങ്ങനെ സംഭവിച്ചതാണ്, അതങ്ങനെ ആരംഭിച്ചതാണ്. എനിക്ക് തോന്നുന്നത് 1921 സെപ്റ്റംബർ മാസം 7-ാം തീയതി അയർലൻഡിലെ ഒരു വീട്ടിൽ വൈകുന്നേരം ഏതാണ്ട് 8 മണിക്ക് ഏതാനും പേർ സമ്മേളിച്ചതാണ്. എനിക്ക് മനസ്സിലാകുന്നതനുസരിച്ച് ആ സമ്മേളനത്തിന്റെ സജ്ജീകരണം എന്തായിരുന്നോ അത് തന്നെയാണ് ഇന്നും ലോകമെമ്പാടുമുള്ള ലീജൻ അംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായി കൂടുമ്പോഴുള്ള സജ്ജീകരണവും. ആ സജ്ജീകരണത്തെക്കുറിച്ച് ഈ 1-ാം അധ്യായത്തിൽ നല്ല ഹൃദയസ്പർശിയായ വിവരണമുണ്ട്. ഒരു മേശയുടെ പുറത്ത് അമലോത്ഭവ മാതാവിന്റെ ഒരു തിരുസ്വരൂപത്തിന് മുമ്പായിട്ട് മേശപ്പുറത്ത് ഒരു വെള്ള തുണി വിരിക്കുന്നു. രൂപങ്ങളുടെ 2 വശത്തിന്റെ അന്നത് ആ യോഗത്തിന് വേണ്ടി അതിന് നേതൃത്വം കൊടുത്ത ഒരു സഹോദരന്റെ ഭാവനയിൽ അയാൾക്ക് തോന്നിയ രീതിയിലായിരുന്നു അത് സജ്ജീകരിച്ചിരുന്നത്. പക്ഷെ മരിയ സൈന്യത്തിന്റെ എല്ലാ ചൈതന്യവും എല്ലാ ആദർശവും ആ സജ്ജീകരണത്തിലുണ്ട് എന്ന് ഈ ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ട്. ആദ്യം ഒരാളെത്തി കാണും, പിന്നെ അടുത്ത ആൾ വന്ന് കാണും. അവർ വന്നപ്പോൾ കണ്ട കാഴ്ച അവരെ സ്വീകരിക്കുവാനായി അമലോത്ഭവ മാതാവ് അവിടെ സന്നിഹിതനായിരിക്കുന്നതാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, നമ്മൾ ഓരോരുത്തരുമല്ല മാതാവിനെ തിരഞ്ഞെടുത്തത്, മാതാവാണ് നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തത്. ഒരു സഹോദരൻ തലയാട്ടുന്നുണ്ട്, പിതാവ് പറയുന്നത് കറക്റ്റാണ്. കൂടുതൽ പേരിലേക്ക് ഇതിന്റെ ആരംഭത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ എത്തുവാൻ വേണ്ടി അറിയാതെ പറഞ്ഞു പോയതെന്നാണ്. സ്നേഹമുള്ളവരെ, അതായത് സമ്മേളനങ്ങളുടെ അധ്യക്ഷ പരിശുദ്ധ അമ്മയാണ്, ശരിയല്ലേ? ആവേ മരിയ. എത്ര സുന്ദരമായ ഒരു സങ്കല്പമാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. പുരാതന റോമൻ സൈന്യത്തിന്റെ നാമങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സൈന്യനിരയാണ് അത് പ്രത്യേകം പറയുന്നത്. ഈ സൈനികരുടെ ആയുധങ്ങൾ ഈ ലോകത്തിന്റെ ആയുധങ്ങളല്ല. അവിടെയാണ് ഇതിന്റെ മനോഹാരിത. ഈ സൈന്യത്തിന്റെ ആയുധങ്ങൾ ഈ ലോകത്തിന്റെ ആയുധങ്ങളല്ല, ആത്മീയമായ ആയുധങ്ങളാണ് ഈ സൈന്യത്തിലുള്ള ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ടത്. അതിലേറ്റവും സുപ്രധാനമായ ഒന്നാണ് പ്രാർത്ഥന. സ്നേഹ ബഹുമാനമുള്ളവരെ, ഒരുപാട് വിദൂരത്തിൽ നിന്ന് എത്തിയവരാണ് നിങ്ങൾ. അതുകൊണ്ട് ദീർഘമായി സംസാരിച്ച് കയറുന്നു. ഈ അമ്മ ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിച്ച ശേഷം ആലപിച്ച സ്തോത്രഗീതത്തിൽ അതാണ്. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഈ അമ്മയുടെ മുന്നിൽ എല്ലാ മരിയ സൈന്യ അംഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. വളരെ മനോഹരമാണ് ഇന്നത്തെ 2-ാമത്തെ വായന. സന്ദർഭവശാലാണ് ഇത് കിട്ടിയത്. സൈന്യ അംഗങ്ങള്, മാതാവിന്റെ സൈന്യത്തിലെ അംഗങ്ങൾക്ക് മാതൃകയായി മനോഹരമായ ഒരു ജീവിതത്തിന്റെ അനുസ്മരണമുള്ളതാണ് ഈ 2-ാം വായന. പ്രാർത്ഥനയുടെ ജീവിക്കുന്ന ഒരു പ്രതീകമാണ് നമ്മൾ ഈ വായനയിൽ കാണുന്ന പൗലോസ് അപ്പോസ്തലൻ. വിജാതീയനായിരുന്നു, വിശ്വാസികൾക്കെതിരെ നിന്ന് അവരെ പീഡിപ്പിച്ചവനായിരുന്നു. ഡമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ ഉദ്ധിതനായി ഈശോ പ്രത്യക്ഷപ്പെട്ട് അവനെ കുതിരപ്പുറത്ത് തള്ളിയിട്ട് കാഴ്ച അവന് നഷ്ടമായി.
പിന്നെ ദൈവം അവന് കാഴ്ച നൽകി. ഒപ്പം അവൻ സ്നാനം സ്വീകരിച്ചു, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് വന്നു. പിന്നെ നമുക്കറിയാം, ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈശോയുടെ അപ്പോസ്തലനായി വിജാതീയ നാടുകളിൽ എല്ലാ പ്രതിസന്ധികളുടെ നടുവിൽ സുവിശേഷ പ്രഘോഷകനായി പോയി. അദ്ദേഹം തന്ന മനോഹരമായ ലേഖനങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. തിമോത്തിക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലെ 16 മുതലുള്ള വചനങ്ങളാണ് കേട്ടത്. പൗലോസ് ജീവിത സായാഹ്നത്തിലെത്തി. അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകളാണ്. തിമോത്തിയോട് പറയുകയാണ്, ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി. ഓരോ മരിയ സൈന്യ അംഗത്തിനും നമ്മുടെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തുമ്പോൾ, ദൈവം തൻ്റെ പക്കലേക്ക് നമ്മളെ വിളിക്കാറാകുമ്പോൾ പൗലോസിനെ പോലെ പറയാനായിട്ട് സാധിക്കണം. അടുത്ത വരികളാണ്, ഞാൻ നന്നായി പൊരുതി. പൊരുതുന്നത് പടയാളിയാണ്, സൈനികനാണ്. ഞാൻ നന്നായി പൊരുതി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. പ്രിയ ബഹുമാനപ്പെട്ട വലിയ ഭക്തരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ നന്നായി പൊരുതി, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ഞാൻ വിശ്വാസം കാത്തു. ഈ 3 വാക്കുകളും ലീജൻ ഓഫ് പേരിൽ അംഗങ്ങൾ അനുദിനം ജീവിക്കുവാനായിട്ട് ഇടയായാൽ നമ്മിലൂടെ ധാരാളം നന്മകൾ ഈ സമൂഹത്തിൽ മാതാവ് വർഷിക്കും. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയും, എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു, എനിക്കത് ദൈവം സമ്മാനിക്കും. പരിശുദ്ധ അമ്മ ഈ ലോക ജീവിതത്തിന് ശേഷം സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്തു. നമ്മൾ ഓരോരുത്തരും എത്തേണ്ട ഇടമാണ്, അവിടെ അവൾ എത്തി. നമ്മളും അവിടെ എത്തിച്ചേരേണ്ടവരാണ്. ആ പ്രത്യാശയാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം നൽകുന്നത്. ഈ ലേഖനത്തിന് അവസാനം പറയും പൗലോസ് ഇങ്ങനെ പൊരുതുവാൻ ഇടയായത് എന്തുകൊണ്ട്, വിശ്വാസം കാത്തു സംരക്ഷിക്കുവാൻ ഇടയായത് എന്തുകൊണ്ട്. അതിന്റെ രഹസ്യം അദ്ദേഹം പറയുന്നത് 17-ാം വാക്യത്തിൽ, എന്നാൽ കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു, വചനം പ്രഘോഷിക്കുവാനുള്ള ശക്തി അവിടുന്ന് എനിക്ക് നൽകി. സ്നേഹ ബഹുമാനമുള്ളവരെ, എല്ലാ വിജയങ്ങളുടെയും ഏറ്റവും ഉള്ളിലുള്ള കാര്യം എൻ്റെ പരിശ്രമങ്ങളെക്കാൾ, എൻ്റെ അധ്വാനത്തെക്കാൾ ദൈവത്തിൻ്റെ കൃപയാണ്, അവൻ്റെ ശക്തിയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവബോധം. നമ്മിലൂടെ ദൈവമാണ് പ്രവർത്തിക്കുന്നത്, നമ്മളെ ശക്തിപ്പെടുത്തുന്നത് ദൈവമാണ്. പൗലോസ് പൊരുതി വിശ്വാസം കാത്തു. അദ്ദേഹം പറയുന്നത്, അതിനെന്നെ ശക്തിപ്പെടുത്തിയത് ദൈവമാണ്. ദൈവം എൻ്റെ വലത് ഭാഗത്തുണ്ടായിരുന്നു. ദൈവം എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയുടെ പേരാണ് മറിയം. കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ആമയുടെ നീല അങ്കിയിൽ പിടിച്ച് മരിയ സൈനിക അംഗങ്ങളായി നമുക്ക് യാത്ര ചെയ്യാം. ഈ അമ്മയുടെ ഇതിനകത്ത് പറയുന്നത്, ലീജൻ ഓഫ് മേരിയുടെ ചൈതന്യം എന്താണെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ അമ്മയുടെ ചൈതന്യമാണ്. അമ്മ സ്തോത്രഗീതം ആലപിക്കുന്നതിന് മുമ്പ് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞിട്ട് അവൾ പുറപ്പെട്ടത് തിടുക്കത്തിലായിരുന്നു, വേഗത്തിൽ സഞ്ചരിച്ചു. അവൾ പോയത് ഇളയമ്മയുടെ ഭവനത്തിലേക്കാണ്. ഈ മാസം 31-ാം തീയതി ഈ സന്ദർശന തിരുനാൾ നമ്മൾ ആഘോഷിക്കും. ആ അമ്മ നമ്മെയും നമ്മുടെ വീടുകളിൽ നിന്ന്, ഭവനങ്ങളിൽ നിന്ന്, സുരക്ഷിതമായ നമ്മുടെ ഇടങ്ങളിൽ നിന്ന് പ്രത്യാശ ആവശ്യമായിരിക്കുന്ന ആളുകളിലേക്ക് കടന്നു ചെല്ലുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഇത് 2025 ജൂബിലി വർഷമാണ്. പ്രത്യാശയുടെ തീർത്ഥാടകരാവുക. ലീജൻ ഓഫ് മേരി അംഗങ്ങൾക്ക് ഇന്ന് പ്രത്യാശയുടെ തീർത്ഥാടകരാകുവാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ ജീവിക്കുന്ന സഭാ സമൂഹങ്ങളിൽ തന്നെയുണ്ട്. പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുന്നത്, രോഗികളുടെ അടുക്കിലേക്ക് പ്രത്യാശയുടെ സാന്നിധ്യമായി പോകുവിൻ, വയോധികരുടെ അടുക്കിലേക്ക് നിങ്ങൾ പ്രത്യേക സാന്നിധ്യമായി പോകുവിൻ. എനിക്കറിയാം, ലീജൻ അംഗങ്ങൾ വെറും പ്രാർത്ഥനയിൽ കഴിയുന്നവരല്ല, പ്രാർത്ഥനയോടൊപ്പം പ്രവൃത്തിയും തങ്ങളുടെ ജീവിത ശൈലിയായി സ്വീകരിച്ചിട്ടുള്ളവരാണ്. രോഗികളെ സന്ദർശിക്കുന്നതും മരണാസന്നരുടെ ഭവനങ്ങളിൽ എത്തുന്നതും രോഗികൾക്ക് കൂദാശ സ്വീകരണത്തിന് ഒരുക്കുന്നതും വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ആളുകളോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകുന്നതുമെല്ലാം ചെറിയ വലിയ ത്യാഗങ്ങളാണ്, സേവനമാണ്, കാരുണ്യമാണ്. അതതിൻ്റെ തികവിൽ ചെയ്യുവാനുള്ള വലിയ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിഴിഞ്ഞ ഇടവകയെക്കുറിച്ച് എത്ര ദിവസമായി വളരെ താല്പര്യപൂർവമാണ് ഈ വർഷത്തെ ജപമാല റാലി ഇവിടെ തന്നെ
മറിയത്തിന്റെ പ്രത്യേകമായ മാധ്യസ്ഥം അപേക്ഷിച്ച് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ള ഈ പ്രയാണത്തിൽ പരിശുദ്ധ അമ്മ നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹ ബഹുമാനമുള്ളവരെ, നിങ്ങൾ ചെയ്യുന്ന ഓരോ സേവനങ്ങളും ഓരോ നന്മ പ്രവൃത്തികളും ഏറ്റവും വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ത്യാഗത്തെ, നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിൽ മനോഹരമായി 1-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സൈന്യ അംഗങ്ങൾ ഏത് രൂപതയിലായിരിക്കുന്നുവോ അവിടുത്തെ രൂപതാ അധ്യക്ഷന്റെ മാർഗനിർദ്ദേശങ്ങൾ, അദ്ദേഹം എന്ത് ചെയ്യുവാൻ ആവശ്യപ്പെട്ടാലും സൈന്യ അംഗങ്ങൾ സന്നദ്ധരാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കത് വലിയൊരു പ്രചോദനമായി. രൂപതാ അധ്യക്ഷൻ എന്ന നിലയിൽ ആത്മീയമായി നമ്മുടെ രൂപതയിലെ എല്ലാ പ്രവർത്തനങ്ങളും ശക്തി പകരുന്ന ഊർജ സ്രോതസ്സുകളാണ് ലീജൻ ഓഫ് മേരിയിലെ അംഗങ്ങൾ. അത് ഞാൻ ഏറ്റുപറയുന്നു, അത് ഞാൻ അംഗീകരിക്കുന്നു. അത്രയും ആത്മീയമായ അനുഗ്രഹങ്ങൾക്ക് ഉപകരണങ്ങളായി വർത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ദൈവം നിർലോഭം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ച് കയറുന്നു. ദൈവത്തിന്റെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയെ പോലെ വിനയത്തോടുകൂടി എളിമയോടുകൂടി വ്യാപരിക്കാം. അവരിലാണ് ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും സമർത്ഥമാകുന്നത്. എല്ലായിടത്തും സുവിശേഷം പ്രഘോഷിച്ച, വിശ്വാസം കാത്ത, നന്നായി പൊരുതിയ പൗലോസ് അപ്പോസ്തലന്റെ മഹനീയ മാതൃക ലീജൻ അംഗങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്താകട്ടെ, പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സ്കൂൾ മതിലിൽ അടുത്ത ദിവസങ്ങളിൽ എഴുതി വെച്ചിരുന്ന ലഹരിക്കെതിരെ സേ നോ ടു ഡ്രഗ്സ്, നമ്മുടെ കുടുംബങ്ങളെയും യുവജനങ്ങളെയും കുട്ടികളെയും മുതിർന്നവരെയും ഇന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന തിന്മയ്ക്കെതിരെ പോരാടുന്ന ആ യാത്രയിൽ ലീജൻ ഓഫ് മേരിക്ക് ഒരു വലിയ പങ്ക് നിർവഹിക്കുവാനുണ്ട്. കൂടുതൽ പേരെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലീജന്റെ അംഗങ്ങളാക്കിക്കൊണ്ട് ഈ തിന്മയ്ക്കെതിരെ പോരാടുവാനുള്ള വലിയ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഏറ്റവും വലിയ ഈ ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കുമ്പോൾ വിഴിഞ്ഞ ഇടവക സമൂഹത്തെ മാതാവിന്റെ പ്രത്യേക സംരക്ഷണത്തിനായി നമുക്ക് സമർപ്പിക്കാം. ഈ ഇടവക നമുക്ക് ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും എല്ലാ സൗകര്യങ്ങൾക്കും ദൈവം കൂടുതൽ അനുഗ്രഹങ്ങൾ വിഴിഞ്ഞം ഇടവക മക്കൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വികാരി അച്ഛന്മാരെ, പ്രത്യേകിച്ച് മോൺസിനർ നിക്കോളാസിനെ, കമ്മിറ്റി അംഗങ്ങളെ, ഇവിടെയുള്ള ലീജനിലെ അംഗങ്ങളെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാ പ്രയത്നങ്ങളെയും വിജയപ്രദമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ യാത്രയിൽ എപ്പോഴും കൂടെയുണ്ട്. അമ്മ അഭയമാണ്, ആശ്രയമാണ്. അമ്മയുടെ സ്നേഹ വാത്സല്യം കൂടുതൽ അനുഭവിച്ച് യേശുവിനെ ഈ ലോകത്തിന് നൽകുവാൻ നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസത്തിന്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ഒരിക്കൽ കൂടി നേരുന്നു.